ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചിപ്സ് ഐറ്റം ആണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 5 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പൊളിക്കുന്നതെന്ന് കാണിച്ചത്. ഇത് 2 സൈഡും കട്ട് ചെയ്യണം. ഇത് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം. അത് നമുക്കത് പൊളിക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ തോട് ഇളകി വരും. കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്താൽ നമ്മുടെ കയ്യിൽ കറയൊന്നും പറ്റത്തില്ല. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തിട്ടിരുന്നാൽ മതി. ഒരെണ്ണം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തതൊക്കെ ഇളക്കാൻ കൈ കൊണ്ട് ഇളക്കാൻ പെട്ടെന്ന് ഇളകി വരും. ചെറിയ എന്തെങ്കിലും നാരൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചുരണ്ടി കൊടുക്കാം. ഇത് 2ആയിട്ട് മുറിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കി നമുക്ക് പൊളിച്ചെടുക്കാം. അങ്ങനെ കായെല്ലാം പൊളിച്ചെത്തിയിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചില്ലാലും കുഴപ്പമില്ല, മുറിച്ചാലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിയുന്ന വാക്കനുസരിച്ച് ചെയ്താൽ മതി. ഇനി 2-3 വെള്ളത്തിൽ ഇതിൻ്റെ കറ കളയുന്നത് വരെ നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഇതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. അടി നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് നല്ലത്. ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ കായൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് ഈ എണ്ണ ചൂടായി വരും. നമുക്ക് ഈ കായൊന്ന് അരിഞ്ഞെടുക്കാം. ചിപ്സറിലും അരിയാം, പക്ഷെ എനിക്കിതാ ഇടാം. നമുക്ക് റൗണ്ടിൽ അരിഞ്ഞെടുത്താൽ മതി. ഈ ഒരു കനം മതി എഴുതാം. ഇത് കണക്ക് ബാക്കി കായും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. എണ്ണ ചൂടായോ എന്ന് നോക്കാം. ഒരു ചെറിയ പീസ് ഒരെണ്ണം ഇട്ട് നോക്കിയാൽ മതി, ചൂടായോ എന്ന് അറിയാൻ പറ്റും. അവിടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് വറുത്തതിന് ശേഷം നമുക്ക് ബാക്കി വറുത്തെടുക്കാം. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, യാതൊരു കളറും ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് ഒരു പകുതി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പകുതി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് നല്ല വിളഞ്ഞ കായ ആയതുകൊണ്ടാണ് നല്ല മഞ്ഞ കളർ കിട്ടിയത്. ഇത് മൂത്ത് വരട്ടെ. പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് നന്നായി തിളച്ച് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, അല്ലെങ്കിൽ എണ്ണയും കറക്കും. ഇത് പെട്ടെന്ന് മൂത്ത് പോവുകയും ചെയ്യും.
നല്ല കളർഫുള്ളായിട്ട് മൂത്ത് വരും. ഇത് 1/4 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അതായത് ഒട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒട്ടിക്കിടക്കുന്നത് നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ അത് വേർവിട്ട് വെക്കും. ഇത് നല്ല ഫ്രൈ ആയി വരുമ്പോൾ നല്ല സൗണ്ട് കിലിക്കിലിക്കിലാന്നുള്ള സൗണ്ട് വരും. അപ്പോഴും നമ്മളിത് കോരിയെടുക്കാം. ഇത് കുറച്ചുകൂടെ ആവാനുണ്ട്, കുറച്ചുകൂടെ കിടക്കണം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ എണ്ണയുടെ സൗണ്ടൊക്കെ ഒന്ന് അടങ്ങി സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഇത് കോരിയെടുക്കാം. അതുകൊണ്ട് നല്ല സൗണ്ട് വരും. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല കളറുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കോരിയെടുക്കാൻ. മീഡിയം ഫ്ലെയിമിലിട്ടേ വറക്കാവൂ. ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നത് കൂടെ വറുത്തെടുക്കാം. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ എണ്ണയിൽ ഇട്ടിരിക്കുകയാണിത്. ഇത് ഒരു 1/4 വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഒഴിച്ചത് ഇതിലുണ്ട് ഉപ്പ്, എന്നാലും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കുഞ്ഞുങ്ങളെല്ലാം വീട്ടിൽ നിൽക്കുകയില്ലേ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. നമുക്കിതൊക്കെ വിശ്വസിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ. നല്ല വെളിച്ചെണ്ണയൊക്കെ ആകുമ്പം ഒന്നും പേടിക്കുകയും വേണ്ട. കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതും ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇത് കോരി മാറ്റണം. ഇത് ഇരുന്നും കുറച്ച് മൂക്കും. ഇത് തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. ഇത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചത് ഉണ്ടാക്കി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്. അവര് വെറുതെ വീട്ടിൽ നിൽക്കുകയല്ലേ, കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കട്ടെ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മീഡിയം ഫ്ലെയിമിലിട്ടേ നമ്മളിത് ഫ്രൈ ചെയ്യാവൂ. അപ്പോഴും നോക്കി എണ്ണ ഒട്ടും കറക്കാതെ നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നുണ്ട്. ഈ കളറിൽ വേണം എപ്പോഴും എണ്ണ ഇരിക്കാൻ, നമ്മൾ വറുത്തെത്തുന്നത് വരെ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിപ്സാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.